റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആര് വരും? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഖുർആനിന്റെ ആയത്ത് എവിടം വരെയാണോ ഇപ്പോൾ ഇറക്കി കൊടുത്തിട്ടുള്ളത്, നിലവിൽ 23 വർഷം കൊണ്ടാണല്ലോ ഖുർആൻ പൂർണ്ണമായി ഇറക്കി നൽകിയത്. ഇപ്പോൾ ഇവിടം വരെ ഏതൊക്കെ സൂറത്ത് വന്നിട്ടുണ്ട് ഈ വർഷം, അവിടം വരെ ഉള്ള ഭാഗങ്ങൾ പൂർണ്ണമായി തങ്ങൾക്ക് ഓതി കൊടുക്കും. ദൗറ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ കൂടെ ഓതും. അവസാന വർഷം തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ടുമുമ്പത്തെ വർഷം പൂർണ്ണമായി ഖുർആൻ അവതരിപ്പിച്ചു. 2 പ്രാവശ്യം തങ്ങൾ ഓതി കൊടുത്തു. ഒന്നല്ല 2 പ്രാവശ്യം തങ്ങൾക്ക് ആവർത്തിച്ച് ഓതി കൊടുത്തു. ആര്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. റമളാനിൽ നബി തങ്ങളുടെ പണി എന്താ? ഖുർആൻ ഓതല് തന്നെ. ഇറക്കപ്പെട്ട അത്ര ആയത്തുകൾ എത്ര ഉണ്ട് അതത്രയും തന്നെ ആവർത്തിക്കല് തന്നെ, വേറൊരു പരിപാടിയില്ല. ഖുർആൻ തന്നെ. എല്ലാ ഇമാമിങ്ങളും എല്ലാ മഹത്തുക്കളും സ്വഹാബത്തും അവരൊക്കെ റമളാനിൽ ചെയ്തിരുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ഖുർആനോദലാണ്. ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് അതിനാണ്. ശ്രദ്ധിക്കണം, ഖുർആൻ ഓതുന്നതിന് മുൻഗണന. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമളാനിൽ ചെയ്യേണ്ട പണിയാണ് ഈ പറഞ്ഞത്. തങ്ങൾ ചെയ്തിരുന്നത് അതാണ്. മഹാനായ ഹിശാം ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് സ്വഹാബിയായ ഹിശാം ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, കൈഫ കാന ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഏത് നിലക്കായിരുന്നു ഉമ്മ? ഒന്ന് പറഞ്ഞു തരുവോ പ്രിയപ്പെട്ട ഉമ്മ? മുഅ്മിനീങ്ങളുടെ മാതാവായ ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ ഉടനെ ചോദിക്കുകയാണ്, അലസ്ത തഖറഉൽ ഖുർആൻ, അല്ലയോ ഹിശാം ഇബ്നു ആമിർ, നീ ഖുർആൻ ഓതാൻ അറിയുന്നവനല്ലേ? ഫഖുൽതു, ഉടനെ ബഹുമാനപ്പെട്ടവർ മറുപടി കൊടുക്കുകയാണ്, നഅം ബലാ, എനിക്ക് ഖുർആൻ ഓതാൻ അറിയാം. എന്നാൽ അറിയണേ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, അവിടുത്തെ സ്വഭാവം വിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ജീവിതമാണ്. ഖുർആൻ പറഞ്ഞതനുസരിച്ചുള്ള ചിട്ടയായ ജീവിതമാണ്. ഖുർആൻ പാരായണമാണ്. ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യുന്നത് തന്നെ. കാരണം എന്തുകൊണ്ട്? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധമായ റമളാൻ കടന്നു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫർളും സുന്നത്തുമാകുന്ന നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രവാചകൻ ശ്രദ്ധിച്ചിരുന്നത് ഖുർആൻ പാരായണമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോലും ലോകത്തോട് വ്യക്തമായി പഠിപ്പിച്ച ആശയമാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടതാകുന്ന രാത്രി അത് പുണ്യമായ റമളാനിലല്ലേ? അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിലല്ലേ? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി ഖുർആൻ നിലത്ത് വെക്കാതെ കറാത്ത് മറാത്ത് ആവർത്തിച്ചോതുകയാണ്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മഹാനായ സഹാബിയായ ഖതാദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത ശൈലി ഒപ്പിയെടുക്കുകയാണ്. എല്ലാ ദിവസവും റമളാനിലെ അവസാനത്തെ 10 കടന്നു വന്നാൽ എല്ലാ ദിവസവും ഒരു ഖത്മ പാരായണം ചെയ്യുകയാണ്. ആദ്യം ബഹുമാനപ്പെട്ടവർ ആഴ്ചയിൽ ഒരു ഖത്മ തീർക്കും. റമളാൻ അല്ലാത്തപ്പോൾ തന്നെ എല്ലാ ആഴ്ചകളിലും ഒരാഴ്ച ഒരു ഖത്മ 30 ജുസ് ഓതി തീർക്കും ഒരാഴ്ച കൊണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമളാൻ അല്ലാത്തപ്പോൾ തന്നെ. റമളാൻ കടന്നു വന്നാൽ ബഹുമാനപ്പെട്ടവർ നിസ്കരിച്ചുകൊണ്ട് തന്നെ 3 ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു ഖത്മ തീർക്കും. നിസ്കാരത്തിൽ 3 ദിവസം കൊണ്ട് തന്നെ ഒരു ഖത്മ തീർക്കും. 3 ദിവസം കൊണ്ട് ഒരു ഖത്മ. ഈ അടുത്ത് റഷ്യയിലെ ഏതൊരു രാജ്യത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സിറിയയിലെ ഏതൊരു രാജ്യത്ത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, ഒരു വലിയൊരു ആലിം, അദ്ദേഹം മരണപ്പെട്ടു പോയി. റമളാനിൽ ഖത്മ തീർക്കും. സൗദിയിൽ തന്നെയാന്ന് തോന്നുന്നുണ്ട്, ഏതൊരു സ്ഥലം ന്യൂസിലൊക്കെ വന്നതാണ്. അദ്ദേഹം റമളാനിൽ ഖത്മ തീർക്കും. എങ്ങനെ? 3 ദിവസം കൊണ്ട് ഒരു ഖത്മ. തറാവീഹ് നിസ്കരിക്കുമ്പോൾ സുബൈ ആവും തറാവീഹ് തീരുമ്പോൾ.
അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആളുകളുണ്ട് നിസ്കരിക്കാൻ. നിസ്കാരത്തിൽ നല്ല പ്രായമുള്ള ഒരു ആലിമാണ്, തഖിയും നഖിയുമുള്ള ഒരു ആലിം. അദ്ദേഹം എല്ലാ റമദാനിലും ഖത്മ് തീർക്കാണ്. 3 ദിവസം കൊണ്ട് ഒരു ഖത്മ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ തറാവീഹ് കഴിയുമ്പോൾ 10 ജുസ് ഓതും. 10 ജുസ് ഓതും. രണ്ടാമത്തെ ദിവസം 20 ആക്കും. മൂന്നാമത്തെ ദിവസം 30 ജുസ്. 3 ദിവസം കഴിയുമ്പോൾ ഖത്തം ദുആണ്. നമ്മളാണെങ്കിലോ 3-ാമത്തെ ദിവസം ഖത്തം ദുആണ്. നമ്മളെ ഖത്തം തീർന്നിട്ടുണ്ടാവും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. നമ്മൾ ആ പള്ളിയിലേക്ക് പോവോ? ആ പള്ളി മനസ്സിൽ കുറിച്ചിടും. ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുകയെ ചെയ്യരുത് എന്നുള്ളതിന് വേണ്ടി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആ വഴിക്ക് പോകില്ല. 30 ദിവസത്തേക്ക് ആ പള്ളിയുടെ പരിസരത്ത് പോകില്ല. മറ്റുള്ള പക്കത്തിനും കൂടെ പോയിരുന്നെങ്കിൽ അതും കൂടി ഇല്ലാതാവും. നമ്മുടെ ഈമാന്റെ കാര്യം പറയുന്നത്. ഖത്താദ റളിയല്ലാഹുവിന്റെ ശൈലിയാണത്. 3 ദിവസം കൊണ്ട് നിസ്കാരത്തിൽ അദ്ദേഹം ഖത്മ് തീർക്കും. റമദാൻ വന്നാൽ ഇതാണ് പരിപാടി. റമദാന്റെ അവസാനത്തെ 10 കഴിഞ്ഞാലോ ഒരു ദിവസത്തിൽ ഒരു ഖത്മ് ഓതും. ഇത് സ്വഹാബിയായ ഖത്താദ റളിയല്ലാഹുവിനു. നമുക്കൊക്കെ ശത്രുക്കളുണ്ട് അല്ലെ? ശത്രുക്കളില്ലാത്തതാകുന്ന ആളുകളില്ല. നമ്മുടെ കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങൾക്ക് ആ കച്ചവടം ഇടങ്ങേറിലേക്കാക്കാൻ, ആ കച്ചവടം ഇല്ലാതാക്കാൻ, അതിന് കണ്ണീർ വെക്കുന്നവർ, അസൂയ വെക്കുന്നവർ, കൂടോത്രം ചെയ്യുന്നവർ, മാരണം ചെയ്യുന്നവർ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ തന്നെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഏറ്റവും വലിയ തിന്മയാണത്. ഹദ്ദു സാഹിരി ഖത്ലുഹു ബിസ്സൈഫ് ശഫീഉന റസൂലുള്ളാഹി. മാരണം ചെയ്യുന്നവരെ ഇസ്ലാമിക സംസ്കാര പ്രകാരം എന്ത് ചെയ്യണമെന്നാണ്? നിയമപ്രകാരം അവനെ വധിക്കണമെന്നാണ്, തലവെട്ടണമെന്നാണ് ശഫീഉന റസൂലുള്ളാഹി. അത്ര ശക്തമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി എതിർത്തിട്ടുള്ള വസ്തുതയാണ് ആഭിചാരക്രിയ അഥവാ കൂടോത്രം എന്ന് പറയും. ഇന്ന് നമുക്കിടയിൽ അത് കൂടി വന്നിരിക്കുകയാണ്. അല്ലാഹു കാക്കട്ടെ. അവരുടെ പ്രവർത്തനങ്ങളെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു, കുടുംബത്തെയും കച്ചവട സ്ഥാപനങ്ങളെയൊക്കെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിൽ നിന്നെല്ലാം മുക്തി നേടാൻ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്താണ് ഉസ്താദ് അതിനൊരു വഴി? അതൊരെന്നേ ഉള്ളൂ. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിന്റെ നാവ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കട്ടെ. ശഫീഉന റസൂലുള്ളാഹി. ദിക്റിലായി, അല്ലാഹുവിന്റെ സ്മരണയിലായി നമ്മൾ കഴിയുക. ആ ദിക്റിൽ തന്നെ ഏറ്റവും മഹത്തരമായ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എത്രയാണ്? 450 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 450 പ്രാവശ്യം. ഓരോ ദിക്റിനും അങ്ങനെ എണ്ണമുണ്ട്. അതിന്റെ അബ്ജദ് ഹവ്വസ് കണക്കനുസരിച്ച് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന മഹത്തായ ദിക്റിന്റെ എണ്ണം ഉലമാക്കൾ പഠിപ്പിക്കുന്നത് 450 ആണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഒരു 10 പ്രാവശ്യം എല്ലാവരും ശരിക്കും ഇൻഷാഅല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇന്നിപ്പോ ഇത് പറയുന്നതിലൂടെ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്കും അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 450 ഒരെണ്ണം കൂട്ടുകയും വേണ്ട, ഒരെണ്ണം കുറയ്ക്കുകയും വേണ്ട. കൃത്യമായി ഏതെങ്കിലും ഫർളാക്കപ്പെട്ട 5 നമസ്കാരങ്ങൾ ഏതെങ്കിലും ഒന്ന് നിർവഹിച്ച്, നമസ്കാരങ്ങളെല്ലാം വേണം, ഏതെങ്കിലും ഒരു ഫർള് നമസ്കാരത്തിന്റെ തൊട്ട് പിറകിൽ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് കിബിലയ്ക്ക് അഭിമുഖമായി പള്ളിയിലിരുന്നു കൊണ്ട് പുരുഷന്മാർ, സ്ത്രീകൾ അവരുടെ വീടിന്റെ അകത്തളത്തിൽ ഇരുന്ന് നിയത്ത് ചെയ്തുകൊണ്ട് ബിസ്മി ചേർത്ത് തുടക്കത്തിൽ ബിസ്മില്ലി ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് മാത്രമായി 450 പ്രാവശ്യം ചെയ്തതിനു ശേഷം ഒരു ദുആ മറ്റൊന്നുമല്ല, ഒരു ആയത്ത്. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا فقالوا حسبنا الله ونعم الوكيل فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم.
ആയത്തറിയാവുന്നവർ, അറിയാത്തവർ ആ 450 പ്രാവശ്യം ആ ദിക്ർ തന്നെ ഉരുവിട്ടിട്ട് ദുആ ചെയ്യും. ആയത്തറിയാവുന്നവർ 11 പ്രാവശ്യം ആയത്ത് കൂടി ഓതിയാൽ ഏത് ശത്രുവും വഴുതിക്ക് വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാൾ നമുക്കെതിരെ ശത്രുത വെക്കൂല, കണ്ണേറുണ്ടാവൂല, അസൂയ ഉണ്ടാവൂല. ഇത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യ ഘടകമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾപ്പെട്ടവരെ ശത്രുക്കൾ അല്ലാത്തവരുണ്ട്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇതിൽ ശ്രദ്ധ ചെലുത്തി ജാഗരൂകരാകണം, അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ്. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു തആല അൻഹുവാണ് ഉഹദിന്റേതാകുന്ന രണാങ്കണത്തിൽ ശത്രുവിന്റെ അമ്പ് കണ്ണിലേക്ക് എത്തിയിട്ട് കണ്ണ് പുറത്തേക്ക് തെറിച്ചു വീണപ്പോ ആ കണ്ണെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഖതാദ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഇലാ ഹളറത്തി ഹബീബില്ലാഹ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മഴ വിളിച്ചതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഓടുകയാണ് എല്ലാ